ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തദ്ദേശീയമായ ആയുധ വിപണിക്ക് വലിയ നേട്ടമായി മാറി. ഒപ്പം ചൈനയുടെ ആയുധങ്ങളുടെയൊക്കെ ഒരു പൊള്ളത്തരം പൊളിച്ചു കാട്ടുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇത് ആർക്കൊക്കെ എന്തൊക്കെ നേട്ടങ്ങളാണ് സമ്മാനിച്ചത്? ഇതിപ്പോൾ ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള മിസൈലുകൾ, ഇപ്പോൾ ആകാശ്, അതേപോലെ തന്നെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു. വാർഫീൽഡിലെ അല്ലേ? അതായത് യുദ്ധവുമല്ല, ശരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ കോർഡിനേഷൻ. ഈ പ്രാവശ്യത്തെ നമ്മൾ കഴിഞ്ഞ ഈ ബാലക്കോട്ടിന് ശേഷം നമ്മളുടെ ഈ സേനകളുടെ അവസ്ഥ കംപ്ലീറ്റ് മാറ്റി. അല്ലെങ്കിൽ ലോകവും മാറി, സാങ്കേതികവിദ്യ മാറി, അതോടൊപ്പം തന്നെ നമ്മളുടെ കൂടുതൽ ഊന്നൽ കൊടുക്കുകയും ചെയ്തു. അപ്പം നമ്മളിപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സംയോജിതമായിട്ടുള്ള ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ തന്നെ നമ്മളുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് സർഫസ് ടു എയർ മിസൈലായിരുന്നു. അപ്പോൾ അത് ആർമിയും എയർഫോഴ്സും കൂടെ സംയുക്തമായിട്ടാണ് നടത്തുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും അതിവിദഗ്ധമായിട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ഉപയോഗിച്ചത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ അതിവിദഗ്ധമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് അതിമനോഹരമായിട്ട് ഇന്ത്യൻ സേന അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ മുകളിൽ നിന്ന് വരുന്ന അവരുടെ ഒരു ഡ്രോണോ അവരുടെ ഒരു മിസൈലോ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാജക്ടറി, അതിൻ്റെ ഗതിവിഗതികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുൻകൂട്ടി ഇത് പെട്ടെന്ന് കണ്ടെത്തുകയും ഉടൻ തന്നെ നമ്മളുടെ ഇവിടെ നിന്നുള്ള മിസൈലുകൾ അതനുസരിച്ചിട്ട് മെസ്സേജ് കൈമാറിയിട്ട് നമ്മളുടെ മിസൈൽ പോയി അവയെ എവിടെയാണോ എക്സാക്റ്റായിട്ട് വരുന്ന സ്ഥലം, ആ അങ്ങനെയാണ് നമ്മൾ ഡ്രോണുകൾ മുഴുവൻ തകർക്കുന്നത്. അവിടെ കൃത്യമായിട്ട് പോയി അനായാസമായിട്ട് പോയി അത് തകർക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് വാറായിരുന്നു നമ്മളെ സംബന്ധിച്ചിട്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിട്ട് അവരുടെ പതിവ് യുദ്ധത്തിൻ്റെ ഒരു തുടർച്ചയും കൂടിയായിരുന്നു ഈ സാധനം. നമ്മളെ സംബന്ധിച്ചിട്ട് ഈ പുതുയുഗ യുദ്ധത്തിൻ്റെ ഈ ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈ പറഞ്ഞ പോലെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ ഇത് കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ നമ്മളുടെ ആക്യുറസി, ഇപ്പോൾ ISRO പറഞ്ഞു, നമ്മൾ കൃത്യമായിട്ട് ഓരോ ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആരെങ്കിലും ഇനി ഭീകരപ്രവർത്തനം വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി അടിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വീട് പോലും കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആക്യുറസി, ആ ആക്യുറസി സഹായിച്ചത് നമ്മളുടെ ISRO സാറ്റലൈറ്റാണ്. ഇപ്പോൾ ISROയുടെ ചെയർമാൻ അത് പറഞ്ഞിട്ടുണ്ട്, ആക്യുറസിയുടെ കാര്യത്തിൽ 100% ആക്യുറസിയാണ് വന്നിരിക്കുന്ന സംഗതി. അത് കൃത്യമായിട്ട് അടിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം പോയി അടിച്ചു. സിവിലിയൻസിൻ്റെ ഏരിയയിൽ, ജനവാസ മേഖലകളിൽ ആക്രമണം ഉണ്ടാക്കിയതുമില്ല. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ ഒരു നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയത്. മാത്രമല്ല ഇന്ത്യയുടെ ഇപ്പോൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്തെ ഏറ്റവും വലിയ ഒരു വിപണി എന്ന് പറയുന്നത് ആയുധ വിപണിയാണ്. ഈ ആയുധ വിപണിയിൽ ഇപ്പം നമുക്ക് നോക്കിയറിയാം, നമ്മുടെ ഈ വെസ്റ്റ് ഏഷ്യ മുഴുവൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഓരോ ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ഏഷ്യ തന്നെ ഉണ്ടായിരിക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ ഈ ഉക്രൈൻ റഷ്യ വാർ തുടങ്ങിയതിന് ശേഷം അമേരിക്കയുടെ GDPയുടെ ഏതാണ്ട് 0.4% ഇൻക്രീസാണ് അവിടുത്തെ ആയുധ വ്യവസായത്തിലുണ്ടായിരിക്കുന്നത്. അവിടെ ഒരു 3-4 കമ്പനികൾക്കാണ് അതിൻ്റെ ലാഭം മുഴുവൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ ലോകം മുഴുവൻ നോക്കിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യ ഉപയോഗിച്ച സംവിധാനങ്ങൾ, യുദ്ധത്തിന് ഉപയോഗിച്ച തന്ത്രങ്ങൾ, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, അതേപോലെ തന്നെ ചൈനയുടെ പിന്നെ എയർ ഡിഫൻസ് സിസ്റ്റവും, അതോടൊപ്പം തന്നെ അവരുടെ J-17 വിമാനങ്ങളും ഒക്കെ തകർത്ത് കളഞ്ഞു. അപ്പോൾ ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കാൻ കാരണം അത് അവിടെയും നമ്മൾ റഫേലിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ചൈന ഡിറ്റക്റ്റ് ചെയ്യുന്നതിൻ്റെ വീക്ക് പോയിൻറ്റ്സ്, ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ വീക്ക് പോയിൻറ്റ്സ് കണ്ടെത്തിയിട്ട് ആ പോയിൻറ്റ്സിലൂടെയാണ് നമ്മൾ ഇവിടെ പ്രിസിഷൻ ഫയറിംഗ് നടത്തുന്നതാണ് ഇപ്പോൾ പറയുന്ന സംഗതി. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പുതിയ യുദ്ധമുറ അതും കൂടെയാണ്. അതായത് ഇതിൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങളുടെയൊക്കെ ജയവിജയങ്ങളും സാധ്യതകളും എഫിഷ്യൻസിയും ഒക്കെ നിർണ്ണയിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഫീൽഡിൽ നിയന്ത്രണ രേഖയിലുണ്ടായിരുന്ന
ഏതാനും ചില പട്ടാളക്കാർ ഒഴികെ നമുക്ക് വലിയൊരു ആൾനാശം ഉണ്ടായില്ല. അതായത് നമ്മൾ കൃത്യമായിട്ട് ഭീകരവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു, ഒപ്പം നമുക്ക് വലിയ നാശനഷ്ടം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഡ്രോണുകളായിക്കോട്ടെ, എയർ ക്രാഫ്റ്റുകളായിക്കോട്ടെ, ഇവരിലൊക്കെ വരുമ്പോൾ നമ്മൾ S-400 അതുപോലെ തന്നെ ആകാശ് പോലെയുള്ള തദ്ദേശീയമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നു. ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അത് പാകിസ്ഥാൻ ഉപയോഗിച്ചു, പക്ഷേ അതിനെല്ലാം നമ്മൾ തകർത്തു. എന്ന് പറഞ്ഞാൽ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പോലും അത്ര ഫലപ്രദമല്ല, അവരുടെ ഡ്രോണുകൾ അത്ര ഫലപ്രദമല്ല. അപ്പോൾ ലോകത്തെ ഒരു ആയുധ വിപണിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെല്ലാവരും വാച്ച് ചെയ്യായിരിക്കും. അപ്പോൾ ഇന്ത്യയുടെ കൊള്ളാം, ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം കൊള്ളാം, തദ്ദേശീയമായി നിർമ്മിച്ച്, പക്ഷേ ചൈനയുടെ കൊള്ളില്ല കേട്ടോ, ചൈനയുടെ മറ്റേ പടക്കം പോലെയാണ് എന്നുള്ളൊരു പ്രതീതി വന്നു. ചൈനയ്ക്ക് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒരു ഇമേജ് നഷ്ടവും ഉണ്ടായി. അങ്ങനെ പറഞ്ഞു. തീർച്ചയായിട്ടും അത് ഉണ്ടായിട്ടുണ്ട്. കാരണം ചൈനയുടെ പരാജയം കൂടിയാണ്. ഇപ്പം ഇന്ത്യയിൽ കാര്യമായ യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല. നമുക്കിവിടെ ജനവാസ കേന്ദ്രങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെ, അത് നമ്മൾ ലോകത്തിന് മുമ്പിൽ നമ്മൾ തന്നെ സ്വമേധയാ പ്രകടമാക്കുകയും ചെയ്തു, പാകിസ്ഥാൻ്റെ ഒരു സമീപന രീതി വെച്ചിട്ട്. കാര്യം പാകിസ്ഥാൻ ഇപ്പം നമ്മളിപ്പം പിന്നെ അവർക്ക് തിരിച്ചടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ അവരുടെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളിൽ അടിച്ചു, അവർക്ക് അതേപോലെ തിരിച്ചടിക്കണമെങ്കിൽ നമുക്കിവിടെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ജമ്മു കേന്ദ്രീകരിച്ചാണ് അടിച്ചത്. പാകിസ്ഥാൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കുക, സംഘടന ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് കാശ്മീരിനെ ഒഴിവാക്കിയിട്ട് ജമ്മുവിലേക്കാണ് ഒരു കംപ്ലീറ്റ് 2 രാത്രികളും ഈ ഡ്രോണുകൾ അയച്ചുകൊണ്ടിരുന്നത്. പിന്നീട് മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഈ ചൈനയുടെ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഇപ്പോൾ ചൈനയ്ക്കും ഈ പറഞ്ഞതുപോലെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതെ, കാരണം ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട്, കാരണം അവർക്ക് ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്ഡ് ആണ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയിലേക്ക് നമ്മളുടെ ആകാശം മറ്റ് മിസൈലുകളും ഒക്കെ പര്യാപ്തമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷനായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പണ്ടൊക്കെ ഈ ആയുധ കളരിയിലൊക്കെ അഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ജയിച്ചു പാസ്സായി ഇറങ്ങുന്നവരുടെ ഒരു അഭ്യാസ പ്രകടനം ഉണ്ടാവും, ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു ഡെമോൺസ്ട്രേഷനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. അത് നമ്മൾ ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും കൂടെ ആയിരുന്നു. അതെ, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റും കൂടെ ആയിരിക്കും നമ്മുടെ ഈ നമ്മുടെ സംഘം ഉണ്ടല്ലോ, നമ്മുടെ പാർലമെന്റ് സംഘം, അവരവിടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും ശരിക്കും ഇതും ഉയർത്തി എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇത് മാറുന്നു. പിന്നെ നമ്മുടെ ഈ വരും യുദ്ധങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചനയും കൂടെ നമ്മുടെ ഈ ഇന്ത്യൻ ഭാഗത്തുനിന്നുള്ള സാധനമുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാൻ പെട്ടെന്നൊരു അറ്റാക്ക് നടത്തിയപ്പോൾ നമുക്ക് സഡനായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യാം, ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ റോബോട്ടുകളെ ഉൾപ്പെടുത്തി പുതിയ തന്ത്രങ്ങളിലേക്ക് പോകണം. അപ്പോൾ ആളുകൾ എന്ന് പറയുന്നത് സൈന്യത്തിലേക്ക് മനുഷ്യനപ്പുറത്തേക്ക് ഈ പറയുന്ന ഡ്രോണുകൾ അതുപോലെ തന്നെ റോബോട്ടുകൾ ഇതിനെയൊക്കെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ലോകരാജ്യങ്ങളൊക്കെ തന്നെ ആലോചിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇനി നമ്മളും അത്തരം സാങ്കേതിക വിദ്യയെക്കുറിച്ച് ആലോചിക്കുന്നുവെന്ന് ഇപ്പോൾ സിലിഗുരിയിൽ കഴിഞ്ഞ ദിവസം ഒരു അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു. അപ്പോൾ ആ അഭ്യാസ പ്രകടനത്തിൽ ഇന്ത്യ അത്തരം കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ എടുത്ത് പിന്നീട് നമ്മൾ ഈ ആർമിയുടെയൊക്കെ സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോകത്തോട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞങ്ങൾ സൈനികപരമായിട്ട് പ്രതിരോധ രംഗത്തൊക്കെ വളരെയധികം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം കൂടെ ഒരുമിച്ചൊരു പോർമുഖം തുറന്നാൽ പോലും നമ്മളതിനെ ഭയപ്പെടുന്നില്ല. ഒരുപക്ഷെ ട്രംപിൻ്റെയൊക്കെ നിലപാട് മാറ്റത്തിലുള്ള കാരണം ഇത് തന്നെയായിരിക്കില്ല. കാരണം നമ്മളിങ്ങനെ വളരുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല, ബാക്കി അല്ലാതുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് നിൽക്കാം, സഹകരിക്കാം. തീർച്ചയായിട്ടും അത് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഈ ടാലന്റ് പൂൾ വളരെ ശക്തമാണ്. ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധി രംഗത്താണെങ്കിലും ടെക്നോളജിയുടെ രംഗത്താണെങ്കിലും ഇന്ത്യൻ ബ്രെയിൻ എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ ലോകത്ത് മുഴുവൻ അത് അംഗീകരിക്കപ്പെട്ടൊരു സംഗതിയാണ്. ഇപ്പോൾ നമ്മുടെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം നയിക്കുന്നത് ഇന്ത്യക്കാരാണ് സംഗതി. അതേപോലെ തന്നെ ഈ നിർമ്മിത ബുദ്ധിയുടെ രംഗത്തും ഈ ഇന്ത്യക്കാർ അവരുടേതായ ആധിപത്യം പുലർത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു രംഗത്ത് നമ്മുടെ ഇന്ത്യൻ സേനയിൽ തന്നെ ധാരാളം ഈ പറഞ്ഞതുപോലെ ഈ വളരെ എഫിഷ്യൻ്റ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, നമ്മൾ പുറത്തറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള വളരെ എഫിഷ്യൻ്റ് ഇൻ്റലിജൻ്റ് ഉള്ള ആൾക്കാർ ഈ രംഗത്തുണ്ട്. അതിൻ്റെയും കൂടെ ഒരു ശരിക്കും പറഞ്ഞാൽ പ്രകടനം തന്നെയായിരുന്നു നമ്മളുടെ ഈ ഒരു പിന്നിലുള്ള ഒരു ബ്രെയിൻ പവർ ഉണ്ടല്ലോ. ഇനിയുള്ള ഒരു യുദ്ധത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയിക്കുന്നത്. എങ്ങനെ ടെക്നോളജിയെ, ആധുനിക സാങ്കേതിക വിദ്യ, ഇപ്പം നിർമ്മിത ബുദ്ധിയാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ ഇതൊക്കെ ചേർത്തുകൊണ്ട്
എങ്ങനെ ഈ ആധുനിക സംവിധാനങ്ങളെ ആയുധങ്ങളിൽ അതങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ള ഇതൊക്കെ തെളിയിച്ച ഒരു യുദ്ധത്തിൻ്റെ ഒരു അവസരമായി ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ. അത് ഇന്ത്യക്ക് ഈ പറഞ്ഞ ആയുധ വിപണിയിലും അതോടൊപ്പം തന്നെ ചൈനയ്ക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു ഇന്ത്യയെ വേണമെങ്കിൽ അടിക്കാം എന്നൊക്കെയുള്ള സംഗതി. പക്ഷേ ചൈനയ്ക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ സാധ്യമല്ല, ഇന്ത്യ വളരെ പ്രിപ്പയർഡ് ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ വളരെ ഒരു എന്താ പറയുക ഒരു ശുഭാപ്തി വിശ്വാസവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ജനതയ്ക്കും അതുണ്ടാവുന്നുണ്ട് അല്ലേ. അതുപോലെ ലോകരാജ്യങ്ങൾക്കും അത് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇന്ത്യയുടെ കേപ്പബിലിറ്റി, എന്താണ് ഇന്ത്യയുടെ ശക്തി, എന്താണ് ഇന്ത്യ ആയുധങ്ങളുടെ മികവ് എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയൊരു അവസരമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.